ഹലോ, എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായി വീക്കെൻഡ് യാത്രകളൊക്കെ പോയിട്ട്, അപ്പോൾ ഇന്ന് വീക്കെൻഡ് ഒരു കുഞ്ഞു ട്രിപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ചെറിയൊരു യാത്രയാണ്. അങ്ങോട്ട് പോകെ കൂടെ ആരൊക്കെയാണ് വരുന്നതെന്നുള്ളതും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ പറയാം കേട്ടോ. ഞാൻ കുഞ്ഞ് വീക്കെൻഡ് ട്രിപ്പായതുകൊണ്ട് തന്നെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എനിവേ, വേറെ ആരൊക്കെയാണ് ട്രിപ്പിന് വരുന്നതും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോകാൻ കഴിയാം. ആ ബാസ്ക്കറ്റിലൊരു സാധനമുണ്ട് കേട്ടോ. കുറേ നാളായി എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് യാത്ര പോയിട്ടും ഒക്കെ ഇത്തിരി നാളായി. അപ്പോൾ നമ്മുടെ വീക്കെൻഡ് ട്രിപ്പിൻ്റെ പോകുന്നത് സനയുണ്ട്, അതുപോലെ വിനീതയുണ്ട്. വിനീത പിന്നെ എവിടെ പോയാലും കാണുമല്ലോ, വിക്രമാദിത്യന് വേതാളമല്ലേ ഞങ്ങൾ എന്നാണ് എല്ലാവരും പറയാറുള്ളത്. എനിവേ, ഞങ്ങളിന്ന് പോകുന്ന സ്ഥലം ട്രിവാൻഡ്രത്ത് എവിടെയാടി? വക്കം. വിനീതയുടെ പ്ലേസിലുള്ള സ്വന്തം നാടാണ് വക്കം. അതെ, വിനീതയുടെ സ്വന്തം നാടാണ്. ഇനി എനിക്ക് തോന്നുന്നു ഒരു 6 കിലോമീറ്റർ കൂടെ ഉള്ളൂ അവിടേക്ക് പോകാനായിട്ട്. അപ്പം അവിടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പോകുന്ന സ്ഥലത്തിന്റെ പേര് വക്കം പലാസോ എന്നൊരു റിസോർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ വീക്കെൻഡ് എൻജോയ് ചെയ്യാൻ വേണ്ടി കുറെ നാളായി നമ്മളിങ്ങനെ, എനിക്ക് തോന്നുന്നു ഞാനും സനയൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോയിട്ട് ഒരുപാട് നാളായി അല്ലേ? കുറെ നാളായി. കാരണം നമ്മള് ലാസ്റ്റ് ടൈം നമ്മളൊരു ഫിഷിങ്ങിന് പോയതായിരുന്നു. അതെ, കറക്റ്റ്. എപ്പോഴും പൊതുവെ രാത്രിയിൽ ഏതെങ്കിലും ഒരു ഷോ ടിക്കറ്റ് എടുത്ത് സിനിമ കാണാന്നുള്ളതാണ് നമ്മളുടെ സിനിമ റെഗുലർ പാറ്റേൺ. അവളുടെ കറക്കമൊക്കെ അവള് വേറെ ആൾക്കാരോടൊപ്പം അവള് കറങ്ങാറുള്ളത്. ഇന്ന് പക്ഷെ നമ്മളിവിടെ കറങ്ങാൻ നേച്ച ആൾക്കാരെല്ലാം തേച്ച് കഴിച്ചു. തേപ്പ് നമ്പർ 1 സിബി, തേപ്പ് നമ്പർ 2 അതുൽ. രണ്ടുപേരും തേച്ചു. അതുലിന് ഓവർ ടൈം ഡ്യൂട്ടി ഉണ്ട്, സിബിയുടെ കുഞ്ഞിന് വയ്യ. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് അവർ തേച്ചതല്ല. എനിവേ, പോകുന്നത് വഴിയെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ, നമ്മൾ എവിടേക്കാണ് വീക്കെൻഡ് ആഘോഷിക്കാനായി പോകുന്നത് എന്നൊക്കെ ഉള്ളത് അറിയാം. വിനീതയുടെ വക്കം എങ്ങനെയുണ്ടെന്ന് പറയാം. വക്ക് പൊട്ടിയതാവും. വേറെ പ്രത്യേകത കൂടെ പറഞ്ഞുതരാം. വിനീതയുടെ സ്ഥലം സ്വന്തം നാട് വക്കമാണ്. അതെ, അതുപോലെ തന്നെ വക്ക് പൊട്ടിയതാവുമോ എന്നൊന്നും അറിയണം ഗൈസ്. അപ്പൊ നമുക്ക് വക്ക് പൊട്ടിയതാണോ അതോ വക്ക് ചളങ്ങാത്തതാണോ വക്കം എന്നുള്ളത് നമുക്ക് നോക്കാം. വക്കത്തുള്ളവരെല്ലാം കമന്റ് ചെയ്യേ കേട്ടോ. അങ്ങനെ നമ്മളിവിടെ റിസോർട്ടിലേക്ക് എത്തി, വക്കം പല്ലാസോ. ഇവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അങ്ങനെ ഒരുപാട് റിവ്യൂ ഒക്കെ കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വീക്കെൻഡ് ആഘോഷിക്കാനായിട്ട് വക്കം പല്ലാസിലേക്ക് എത്തിയത്. പുറമേ നിന്ന് കണ്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു അറ്റ്മോസ്ഫിയറൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ എത്തിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടുത്തെ മാനേജറൊക്കെ ഒന്ന് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോയി. ചെന്നപ്പോൾ തന്നെ ഒരു അടിപൊളി ഒരു വെൽക്കം ഡ്രിങ്ക്സാണ് കിട്ടിയത് കേട്ടോ. വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ച് ഞങ്ങൾ അങ്ങോട്ട് ഹോട്ടലിലേക്ക് പ്രവേശിച്ചു. ദെൻ റിസപ്ഷനൊക്കെ ഒരു വളരെയധികം ട്രഡീഷണൽ ആയിട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു റിസപ്ഷനൊക്കെയാണ്. ഞങ്ങളൊരു ലഞ്ച് ടൈമിലാണ് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ കരുതി. ഒരു ലഞ്ചിൻ്റെ ടൈമിലാണ്. ലഞ്ച് ടൈം എന്ന് പറയുമ്പോൾ ഏകദേശം ഞങ്ങൾ 2 മണി കഴിഞ്ഞിരുന്നു എത്തിയപ്പോൾ. നല്ല വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റൂമിൽ പോയിട്ടൊന്ന് ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ലഞ്ച് കഴിക്കാൻ വരാം എന്നുള്ള ഒരു ഇതിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമിലേക്കാണ് ആദ്യം പോകുന്നത്. ഞങ്ങൾ ലഗേജൊക്കെ കൊണ്ടുവന്നൊന്ന് പ്ലേസ് ചെയ്ത്. റൂമിൻ്റെ കാര്യമാണെങ്കിൽ ശരിക്കും 5 പേർക്കുള്ള റൂമായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം ഞങ്ങൾ 5 പേരായിരുന്നല്ലോ പ്ലാൻ ചെയ്തത്. 2 പേര് വന്നിട്ടില്ല. അത് കാരണം ഒരു ഡബിൾ ബെഡും അതുപോലെ തന്നെ 3 സിംഗിൾ ബെഡുകളുള്ള നല്ല അടിപൊളി നല്ല സ്പേസുള്ള റൂമായിരുന്നു. ഇതുപോലൊരു ഇത്രയും സ്പേസുള്ള റൂം നമ്മൾ നേരത്തെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ഒരു റൂംസാണ് ഞങ്ങൾക്ക് കിട്ടിയത്. അങ്ങനെ നമ്മൾ വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പലാസോ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ വീക്കെൻഡ് ആഘോഷിക്കുന്നത്. നമുക്ക് ഫാമിലി റൂമാണ് കേട്ടോ കിട്ടിയത്. ഞങ്ങൾ 3 പേരുള്ളതുകൊണ്ട് 5 പേർക്ക് കിടക്കാൻ പറ്റിയ ഫാമിലി റൂമാണ് കിട്ടിയത്. അപ്പം ഇവിടുന്ന് നമ്മുടെ വീക്കെൻഡ് സെലിബ്രേഷൻ ആരംഭിക്കാൻ പോകുന്നു. ഫസ്റ്റായിട്ട് നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. ആദ്യം തന്നെ തീറ്റയിൽ തുടങ്ങാം. ലഞ്ച് കഴിക്കാനായിട്ട് ഞങ്ങൾ കായലിൻ്റെ കരയിൽ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയാണ് ഞങ്ങൾ കഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ദൂരം വാക്ക് ചെയ്യണം അതിനുള്ളിലൂടെ തന്നെ. അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾ അതുവഴി ഇങ്ങനെ നടന്നങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോയി. കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലത്തിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. കുട്ടികളായതുകൊണ്ടാണ് 2 കുട്ടികൾ ഇരുന്നതേ
അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കായലിൻ്റെ കരയിൽ. അപ്പോൾ ഇവിടെ ഇരുന്ന് നേച്ചറൊക്കെ ആസ്വദിച്ച് മനോഹരമായിട്ട് ഫുഡ് കഴിക്കാമല്ലോ എന്ന് കരുതി ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾക്ക് ഫുഡ് ഇവിടെയുള്ള ആ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ബോട്ടിങ് കയാക്കിംഗ് ഒക്കെ ഉള്ളത്. അപ്പോൾ ബോട്ടിങ്ങും കയാക്കിംഗ് ഒക്കെ നാളെ മോർണിംഗ് ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അടിപൊളി ഒരു സ്ഥലമാണ്, കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെയധികം ഇഷ്ടപ്പെടും. അങ്ങനെ ഒരു പ്രകൃതി രമണീയമായിട്ടൊരു സ്ഥലത്താണ് നമ്മുടെ ഈ വക്കം പല്ലാസോ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ലാസ്റ്റ് നമ്മൾ ആ കായലിൻ്റെ കരയിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ അവിടെ ബുദ്ധൻ്റെ ഒരു പ്രതിമയും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടെയുള്ള സ്ഥലത്തിനെ പറ്റിയൊക്കെ പറഞ്ഞു, ബോട്ടിങ്ങിനെ പറ്റിയും നാളെ കയാക്കിങ് പോകുന്നതിനെ പറ്റിയൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ ചെയ്തു. അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ്. ഞങ്ങൾ ഫുഡ് ഓൾറെഡി ഓർഡർ ചെയ്തു, അവിടുന്ന് ഓർഡർ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ റെഡിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടേക്ക് തന്നെ ഫുഡ് അവരെത്തിച്ചു തരും. അപ്പോൾ നമുക്കിവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. അങ്ങനെ ഫുഡിൽ നമുക്ക് വീക്കെൻഡ് പരിപാടികൾ തുടങ്ങാം എന്നുള്ള പരിപാടിയാണ്. ഫുഡിന് ശേഷം വൈകുന്നേരം ഞങ്ങളൊരു കുക്കിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരോട് പെർമിഷനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യാനുള്ള ഒരു ഐറ്റമൊക്കെ ആയിട്ടാണ് ഞങ്ങളിങ്ങോട്ട് പോകുന്നത്. ഇവിടെ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ ഒരു കിടിലൻ സ്ഥലമാണ്, നല്ലൊരു വൈബാണ്. നമ്മൾ നാളെ മോർണിംഗ് കയാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഒരു 8 മണി സമയമാണ് നാളെ മോർണിംഗ് കയാക്കിംഗ് പോകാമെന്നിങ്ങനെ വിചാരിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോയിട്ടില്ല. നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഒരു 1 ടൈം അല്ലെങ്കിൽ 2 ടൈം പ്രാക്ടീസ് വന്നിട്ട് നമ്മൾ അകത്തോട്ട് കൊണ്ടുപോകുന്നൊക്കെയാണ് ഇന്ന് അവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മാരേജ് ഫംഗ്ഷനും അതുപോലെയുള്ള ഹൽദി സെറിമണി അതുപോലെയുള്ള ഈവനിങ് പാർട്ടീസിന് ഒക്കെ ഈ പ്ലേസ് അവർ കൊടുക്കാറുണ്ട്. അതിവിടെ വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അങ്ങനൊരു ഫെസിലിറ്റീസ് കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ പ്രൈവസി ഭയങ്കരമാണ് ഇവിടെ. മറ്റുള്ള റിസോർട്ടുകൾ ഹോട്ടലുകളെയൊക്കെ അപേക്ഷിച്ചൊക്കെ ഞാൻ നോക്കിയപ്പോൾ നല്ല പ്രൈവസി ഉള്ള സ്ഥലമാണ്. അപ്പം അങ്ങനെ ഒരു പ്ലസ് പോയിൻറ്റ്സ് പല്ലാസോ. അങ്ങനെ അവിടെ നമ്മൾ സംസാരിച്ചൊക്കെ ഇരുന്ന് സ്ഥലമൊക്കെ കണ്ടിട്ട് വരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഫിഷിൻ്റെ വിഭവങ്ങളാണ് കേട്ടോ പറഞ്ഞത്. നല്ല കിടലൻ ഫിഷിൻ്റെ വിഭവങ്ങൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ സ്ക്വിഡും കൊഞ്ചും അതുപോലെ തന്നെ കരിമീനും അതുപോലെ ഒരു നെയ്മീൻ കറിയും ഒക്കെയാണ് പറഞ്ഞത്. ബോയിൽഡ് റൈസാണ്. നമുക്ക് ചോറും മീനും ആണല്ലോ പ്രധാനം. അപ്പോൾ ആദ്യം ചോദിച്ചത് ഈ ഐറ്റംസൊക്കെ ഉണ്ടോ എന്നാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും മെയിനായിട്ടുള്ള വിഭവങ്ങളും ഫിഷിൻ്റെയാണ്. അപ്പോൾ ഫിഷിൻ്റെ കുറച്ച് സാധനങ്ങളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സാധനങ്ങളെല്ലാം എത്തി. ഇനി നല്ല എൻജോയ് ചെയ്ത് ഞങ്ങളങ്ങോട്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഏകദേശം നമ്മൾ വന്ന സമയം ഒരു 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കിട്ടിയപ്പോൾ ഏകദേശം 3-3:30 ആയി കേട്ടോ. വന്ന് സെറ്റ് ചെയ്ത് എല്ലാം ചെക്ക് ഇൻ ചെയ്ത് നമ്മളെല്ലാം വെച്ച് ഇവിടെ സ്ഥലമെല്ലാം അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് അപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കി തന്ന ഫുഡാണ്. അപ്പോൾ അത് കിട്ടാനും ഇച്ചിരി സമയമെടുത്തു. അതെല്ലാം നമ്മൾ എൻജോയ് ചെയ്തെല്ലാം ആസ്വദിച്ച് കഴിച്ചു. കാരണം നമുക്കിനി സമയമില്ല, വൈകുന്നേരം കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ലൈറ്റ് പോകുന്നതിന് മുമ്പ് നമുക്കത് എടുക്കാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. എന്നാലും നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. പക്ഷേ 3 പേരും നല്ല പോലെ കട്ടയ്ക്ക് വിശന്നിരുന്നു കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് നല്ല എൻജോയ് ചെയ്ത് തന്നെ ഫുഡ് കഴിച്ചു. 3 ആളുകൾ പിന്നെ ഫുഡി ആയിട്ടുള്ള ആളുകളാണ്. ഞാനായാലും വിനീതായാലും സനയായാലും 3 പേരും നല്ല ഫുഡി ആയിട്ടുള്ളവരാണ്. അപ്പം നമ്മൾ ഫുഡെന്ന് പറഞ്ഞ സാധനം നമ്മൾ എത്ര പാതിരാത്രി വിളിച്ചുണർത്തി തന്നാലും ഞങ്ങൾ 3 പേരും ഫുഡ് കഴിക്കും. പ്രത്യേകിച്ച് ഫിഷിൻ്റെ വിഭവങ്ങളും കൂടെ ആണെങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ 3 ആൾക്കാരും വീട്ടിൽ നന്നായിട്ട് മീൻ വാങ്ങി കുക്ക് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരാണ്. No ചെമ്പല്ലി. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മൾ വൈകുന്നേരം ഒരു സർപ്രൈസായിട്ട് കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഔട്ട്ഡോർ ചെയ്യാമെന്നാണ് നേരത്തെ വിചാരിച്ചിരുന്നത്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഏകദേശം പോവാറായി. 5:30-6 അടുപ്പിച്ചായി ഇപ്പോൾ തന്നെ സമയം. അപ്പോൾ അവർ യൂസ് ചെയ്യാണ്ട് തന്നെ ഇവിടെ ഒരു കിച്ചൺ, നല്ല വൃത്തിയുള്ളൊരു കിച്ചൺ കിട്ടി. അപ്പോൾ അവിടെ വെച്ച് മീനൊക്കെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഞങ്ങൾ ആധിപത്യം സ്ഥാപിച്ച് അവിടെ മീൻ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ലൈറ്റ് കിട്ടും, നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചു. നമ്മൾ ഫിഷ് നേരത്തെ കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് പോയിട്ട് ഞങ്ങൾ ഡയറക്റ്റ് നല്ല ലേറ്റ് നൈറ്റ് ആയായിരുന്നു. അന്ന് പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അന്ന് ഞങ്ങൾ തന്നെ പോയിട്ട് വാങ്ങിയ ഫിഷാണ്. പിന്നെ അതുപോലെ തന്നെ
ഇൻഗ്രീഡിയൻസൊക്കെ അവർ കൊണ്ട് നമ്മൾ പറഞ്ഞ ഇൻഗ്രീഡിയൻസൊക്കെ തന്നായിരുന്നു. നമ്മൾ പറഞ്ഞതിനും കൂടുതൽ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസും ഒക്കെ തന്നു. ഷെഫൊക്കെ വന്ന് നോക്കിയിട്ട് പോയി, അവിടുത്തെ മാസ്റ്റർ ഷെഫൊക്കെ വന്ന് നോക്കിയിട്ട് പോയി, ഇവരെന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പോയി. അപ്പോൾ ജസ്റ്റ് നമ്മളെ വീക്കെൻഡ് അല്ലേ, വരുന്ന എൻജോയ് ചെയ്യാം, നമ്മുടേതായ തരത്തിൽ എന്തെങ്കിലും കുക്ക് ചെയ്ത് കഴിക്കാം എന്നൊക്കെ നേരത്തെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പെർമിഷൻ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഇവിടെ നോർമലി പ്രൊവൈഡ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ റിക്വസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിന് വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് തന്നു. നല്ല മൂർച്ചയുള്ള കത്തി കേട്ടോ. അതെ, കത്തി അത് കുഞ്ഞാണെങ്കിലും നല്ല കത്തി കേട്ടോ അത്. ഇതിൻ്റെ മുകളിൽ നിൽക്കുന്ന നോക്കി എത്ര വൃത്തിയാക്കി എടുക്കാൻ പറ്റുമെന്ന് അല്ല വിനീത? അവിടെ ഭയങ്കര പാടായിരുന്നു. സത്യം. ഇതാണ് എക്സ്ട്രാ നല്ല കത്തി. മീനിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മീനൊന്ന് നെടുകെ കീറി ഓപ്പൺ ചെയ്തിട്ടാണ് കേട്ടോ. മുഴുവനെ വെച്ച് കഴിഞ്ഞാൽ മസാലയൊന്നും പിടിക്കില്ല. അപ്പം മീൻ ഗ്രില്ല് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഫ്രൈ ആയിട്ട് അങ്ങനെ ഓയിലൊന്നും ഉപയോഗിക്കാണ്ട് ജസ്റ്റ് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫിഷ് ഞാൻ രണ്ടായിട്ടതുകൊണ്ട് നെടുകെ തന്നെ അത് കീറിയെടുത്തു. അപ്പോൾ നന്നായിട്ട് ഉള്ളു പെട്ടെന്ന് വെന്തും കിട്ടും, നല്ല നീറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കുകയും ചെയ്യാം. ഷെഫ്, നമ്മുടെ ഇവിടുത്തെ ഷെഫുണ്ട്. ഷെഫ് പറയാണ് ഞാൻ മീനിൻ്റെ കുടലെടുത്ത് അങ്ങോട്ട് പറയുമ്പോൾ ഷെഫ് പറയാണ് അവിടെ അത് വാങ്ങാൻ കിട്ടും, അവരതിനെ പ്രിപ്പയർ ചെയ്ത് കഴിക്കുമെന്നാണ് പറഞ്ഞത്. അവിടേക്ക് അത് ബംഗാളല്ലേ, വെസ്റ്റ് ബംഗാളിൽ അത് കുക്ക് ചെയ്ത് കഴിക്കുമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ചില സ്ഥലങ്ങളൊക്കെ മുഴുവനെയൊക്കെ ഇടുന്ന സ്ഥലങ്ങളൊക്കെ നമ്മൾ മീനിൻ്റെ പരിയല്ലേ എടുക്കാറുള്ളത്. പക്ഷെ നമ്മൾ പേഷ്യൻസിന് നല്ലതാണ്. BP പേഷ്യൻസിനൊക്കെ നല്ലതാണ്. ഇത് നന്നായിട്ട് അപ്പം ഇതിന് വാഷ് ചെയ്തെടുക്കാതെ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഞാൻ മിക്സ് ചെയ്തെടുത്തു. ദെൻ പിന്നെ നമ്മൾ ഫിഷിലേക്ക് നന്നായിട്ട് ആ മസാലയൊക്കെ പിടിപ്പിച്ച് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണമെങ്കിൽ മാത്രമേ നന്നായിട്ട് മസാല കാര്യങ്ങളൊക്കെ പിടിക്കുള്ളൂ. അപ്പം ഇവിടെ വന്ന് രാത്രി ആയപ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ വേറൊരു ലുക്കാണ് കേട്ടോ. ആ ലൈറ്റിങ്ങും ഭംഗിയെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. എനിക്ക് തോന്നുന്നു നൈറ്റ് ഇവൻറ്റും ഫങ്ഷൻസൊക്കെ ഓർഗനൈസ് ചെയ്യാനൊക്കെ പറ്റിയൊരു സ്പോട്ടും കൂടിയാണ് പല്ലാസോ ഹോട്ടൽ. അതുപോലെ തന്നെ നമുക്ക് പ്രൈവസി എന്ന് പറഞ്ഞാൽ ഭയങ്കര അധികം നല്ല പ്രൈവസി ഉള്ളൊരു റിസോർട്ടാണ്. നമുക്ക് വേണ്ടി പ്രൈവറ്റ് പൂൾ പാർട്ടിയൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് തന്നത്, നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ അതിന് വേണ്ടിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. മ്യൂസിക്, DJ മ്യൂസിക്, അതുപോലെ തന്നെ എന്താ പറയുക, ആ ലൈറ്റ് സെറ്റിങ്സും എല്ലാം കൂടിയായിട്ട് നല്ല കിടിലൻ വൈബായിരുന്നു. ഞങ്ങൾ നല്ല പോലെ എൻജോയ് ചെയ്തു. ശരിക്കും പ്രൈവറ്റ് എന്ന് പറയാൻ കാരണം നമുക്ക് ഇവിടേക്കുള്ള എൻട്രൻസ് വേറൊരു വഴിയാണ്. ആ വഴി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടുള്ള ആക്സസ് പുറത്തുള്ള ആൾക്കാർക്ക് കിട്ടില്ല. അപ്പം നമുക്ക് നന്നായിട്ട് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. അപ്പം നമുക്ക് വേണ്ടിയിട്ട് തന്നെ അങ്ങനെ ഒരു സ്പേസൊക്കെ അവർ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് തന്നു. ശരിക്കും ഇവിടെ വന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. വീക്കെൻഡൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്ഥലമാണ്, പറ്റിയൊരു സ്പോട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവൻറ്റുകൾ, നമ്മളെ പേഴ്സണൽ ഇവൻറ്റുകൾ, ഇപ്പോൾ ബർത്ത്ഡേ പാർട്ടി ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള ഇവൻറ്റുകളാവട്ടെ, അതൊക്കെ നമുക്ക് ആഘോഷിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ് പല്ലാസോ റിസോർട്ട്. അത് കഴിഞ്ഞ് സനയുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അവൾക്കറിയാവുന്ന 3-4 പാട്ടുകൾ പാടാൻ വേണ്ടിയിട്ട് അവർ മൈക്ക് കൊടുത്തു. അപ്പോൾ നമുക്കവിടെ പാടാനും ഒക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. കരോക്കെയൊക്കെ ഇട്ടിട്ട് അവൾ നല്ല മനോഹരമായിട്ട് പാടി, നല്ല എൻജോയ് ചെയ്ത് തന്നെ പാടി. നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ഒരു കിടിലൻ വൈബുള്ള സ്ഥലമായിരുന്നു. അതിനുശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള നമ്മൾ ഹീറ്റെല്ലാം റെഡിയായി, എല്ലാം
സംവിധാനങ്ങളും ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓയിൽ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുത്ത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അത് ഓക്കെ ആവുമെന്നെനിക്ക് അറിയില്ല. കാരണം അവർ യൂസ് ചെയ്യാതിരുന്നൊരു ഗ്രില്ലിങ് ഫ്രെയിമിലോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ എന്താ ഒരു ഒരു ഫ്ലോ ആയിട്ടിരിക്കുന്നതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ മീനാണെങ്കിൽ സോഫ്റ്റ് ഫ്ലഷാണ്. അപ്പോൾ അത് പറ്റിപ്പിടിക്കുമോ എന്നൊന്നും അറിയില്ല. എന്നാലും രണ്ടും കൽപ്പിച്ച് അതിലോട്ട് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് നന്നായിട്ട് ഇത് ചെയ്തിട്ട് നമ്മളെ മീൻ ഇത്രയും നേരം കഷ്ടപ്പെട്ടാണ്, ഏകദേശം എനിക്ക് തോന്നുന്നു 1-2 മണിക്കൂർ എടുത്തു ശരിക്കും ഈ മീൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാനും അത് മാഗ്നേറ്റ് ചെയ്യാനും എല്ലാം പിടിച്ചിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. എനിവേ നല്ല അടിപൊളിയായിട്ട് കിട്ടണമെന്നാണ് ഞങ്ങളെല്ലാവരുടെയും ആഗ്രഹം. എല്ലാ ആൾക്കാരും കഴിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ കൊതിച്ചിങ്ങനെ റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എനിവേ പറ്റുമായിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. നോക്കാം നമുക്ക് എത്രത്തോളം സക്സസ്ഫുൾ ആവുമോ എന്നുള്ളത്. പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ കുക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരിത് ഞാൻ എവിടെ പോയിട്ട് കുക്ക് ചെയ്താലും വരില്ല. കാരണം നമ്മളത് കൈയെടുത്ത് പെരുമാറുന്ന ഒരു കാര്യങ്ങൾ എത്ര ആൾക്കാർക്ക് അങ്ങനെ ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അങ്ങനെ ഉണ്ട്. എൻ്റെ വീട്ടിലെ സാധനങ്ങൾ വെച്ച് പെരുമാറുന്ന പോലെ വേറൊരു അടുക്കളയിൽ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് വന്നിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സക്സസ്ഫുൾ ആവണമെന്നില്ല. അങ്ങനെ ഒരു ഇത് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കുണ്ട് കേട്ടോ അങ്ങനെ. അപ്പോൾ നമ്മുടെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഇതായിട്ട് ഞാൻ പറഞ്ഞല്ലോ, മീൻ ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ അതിൻ്റേതായ ഇതിൽ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ കഴിക്കുമ്പോഴാണെങ്കിലും നമ്മൾ പൊടിച്ചൊക്കെയാണല്ലോ കഴിക്കുന്നത്. എന്നാലും നമ്മുടെ മീൻ സെറ്റായി കിട്ടിയിട്ടുണ്ട്. കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ആ ഗ്രില്ലിൻ്റെ ഫ്രെയിം വന്നിട്ട് അത്ര അതുകൊണ്ട് പെർഫെക്റ്റ് അല്ല. എനിക്ക് എപ്പോഴേ തോന്നി ഒട്ടിപ്പിടിക്കുമെന്ന്. പിന്നെ എനിക്ക് തോന്നിയൊരു ഫോൾട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തോൽ എനിക്ക് കളയണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം മീൻ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് ആ തോലോട് വെച്ച് തന്നെ ഗ്രില്ല് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു എന്ന് എനിക്ക് തോന്നി. പിന്നെ നമ്മൾ ഒന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്ത്, ഗ്രില്ല് ചെയ്തതിനൊക്കെ നന്നായിട്ടൊന്ന് ഡെക്കറേറ്റൊക്കെ ചെയ്ത്, അവരും വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ തന്നെ പൂൾ ഏരിയയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് ദെൻ ഞങ്ങൾ അവിടെ നിന്ന് എൻജോയ് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വക്കം പലാസോയിൽ വന്നിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തതാണ്. സീമയാണ് ഇത് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ബാലൻസ് എന്നല്ല, ഞങ്ങൾക്ക് കഴിക്കാനുള്ളത് എടുത്തിട്ട് ഇത്രയും എഫേർട്ട് ഇട്ടത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്റ്റാഫുകൾക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഒരു 4 മണിക്ക് തുടങ്ങിയതാണ് ഇതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ. നമ്മൾ പല തരത്തിൽ പല സ്ഥലങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, കാരണം ലൈറ്റ്സിൻ്റെ പ്രശ്നം കൊണ്ടിട്ട്. പക്ഷേ ഫൈനലി നമ്മൾ എക്സലൻ്റ് ആയിട്ട് ഭയങ്കര രസമായിട്ടാണ് നമ്മൾ ചെയ്തത്. അതിന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ കൂടെ നിന്ന് ഓൾ സ്റ്റാഫുകൾക്കും താങ്ക് യു സോ മച്ച്. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇത് നിങ്ങൾക്കുള്ള ഗിഫ്റ്റാണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തത്. എങ്ങനെ ഉണ്ടെന്നുള്ളത് കഴിച്ചിട്ട് പറയും, അഭിപ്രായം പറയും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പൂളിൽ കുറച്ച് നേരം ഇറങ്ങി, പൂളിനുള്ളിലേക്ക് ഇറങ്ങി. അടിപൊളിയായിരുന്നു കേട്ടോ. ആ ലൈറ്റിങ്ങും ആംബിയൻസും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ പൂളിൽ എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാം കഴിഞ്ഞ് ശരിക്കും റൂമിലേക്ക് എത്തുന്നത് ഒരു 1:30-2 മണിയെങ്കിലും ആയിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ പൂളിൽ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കയറാനേ തോന്നിയില്ല. ഞങ്ങൾ അടിപൊളിയായിട്ട് ഇത്രയും കാം ആൻഡ് ക്വയറ്റ്, അതുപോലെ തന്നെ ആരുടെയും ശല്യമില്ല, വളരെയധികം പ്രൈവറ്റായിട്ട് ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് ശരിക്കും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് അവിടെ. രാവിലെയായി, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നു. രാവിലെ ബൊഫേ ആയിരുന്നു. അപ്പോൾ കഴിക്കാനായിട്ട് രാവിലെ തന്നെ വന്നു. 7:45 ഒക്കെ ആയപ്പോൾ എത്തി. കാരണം നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, നമ്മൾ 8 മണിക്കാണ് കയാക്കിങ്ങും ബോട്ടിങ്ങും പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഇവിടേക്ക് എത്തണമെങ്കിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് റെഡിയായി നിൽക്കുമ്പോഴേ നമുക്കതിന് പോകാൻ പറ്റുള്ളൂ. ദെൻ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇവിടേക്ക് വന്നു. ഒരുപാട് വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് പേര് നേരത്തെ കഴിച്ചിട്ട് പോയി. ഞങ്ങൾ വരുന്നതിന് മുമ്പ് കഴിച്ചിട്ട് പോയി. ഒത്തിരി ആൾക്കാർ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളൊരു ഇത്ര ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നിട്ടാണോ ഞങ്ങൾ ഇന്നലെ അവിടെ അത്രയും നമുക്ക്
പ്രൈവസി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയത് ഞങ്ങൾ വിചാരിച്ചു, അടിച്ച് പൊളിക്കാൻ പറ്റിയത്. നോർമലി നമ്മൾ ബൊഫയിലുണ്ടാവുന്ന എല്ലാ വിവിധ തരം ഫുഡും ഉണ്ടായിരുന്നു. ഇഡ്ഡലി, സാമ്പാർ, അതുപോലെ തന്നെ പൂരി മസാല, അങ്ങനെയൊക്കെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രി ഞങ്ങൾ ശരിക്കും ഭക്ഷണം കഴിച്ചത് തന്നെ ലേറ്റായിട്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ 2 മണിയോളം ആയി റൂമിലേക്ക് എത്തിയപ്പോൾ. റൂമിലായിരുന്നു ഞങ്ങൾ ഡിന്നർ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പൂളിൽ കിടന്ന് മറിഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ ഒരു നേരമായി, ശരിക്കും ടയർഡായി. പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് കയറി കിടന്നു ഉറങ്ങി. അതുകൊണ്ട് രാത്രിയിലെ വീഡിയോ ഒന്നും പിന്നെ ഷൂട്ട് ചെയ്യാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും നല്ല ടയർഡായിരുന്നു. രാവിലെ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, കുറച്ച് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എൻജോയ് ചെയ്ത് കഴിച്ചു. ഇനി ബോട്ടിങ്ങിനും കയാക്കിനും വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. അയ്യോ, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കായലിലേക്ക് കയാക്കിങ്ങിനായിട്ട് പോകാൻ പോകുന്നത്. അതിൻ്റേതായ ഒരു പേടിയുണ്ട്, പിന്നെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എന്താവുമെന്ന് അറിയില്ല, ഇവരെല്ലാം ഉണ്ട്. അങ്ങനെ ഒരു ഇതിലാണ് ഞാനും അങ്ങോട്ട് പോകാനായിട്ട് പോകുന്നത്. അതിനകത്ത് ഒരു ബെൽറ്റ് വരുന്നുണ്ട്, ഇടാൻ പറ്റുമോ? അതാണ് ഇമ്പോർട്ടൻറ്റ്. ജാക്കറ്റ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. കാര്യം നമ്മൾ ഈ വെള്ളത്തിൽ അഥവാ വീഴുകയാണെങ്കിൽ ഈ ജാക്കറ്റ് പിന്നെ ചെറുതായിട്ട് ലൂസായി പോകും. ഇതാണ് കേട്ടോ പറഞ്ഞത്. ലൈഫ് ജാക്കറ്റ് എപ്പോഴും ഇടുമ്പോഴത്തേക്കും നമ്മൾ വെള്ളത്തിൽ വീണ് പോകുമ്പോൾ ഉള്ള സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഇവിടെ ഒരു ഇതുണ്ട്, അത് നമ്മൾ ഇട്ടേ പറ്റത്തുള്ളൂ. മുങ്ങിച്ചാവോന്ന് അറിഞ്ഞൂടാ. 3 യുവതികളുടെ കലാപ്രകടനങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കാൻ വേണ്ടി പോകുന്നത്. സോ പോയിട്ട് തിരിച്ചു വരുമെങ്കിൽ കാണാം. വിനീതയ്ക്ക് നീന്തലറിയാം. നീന്തലറിയാം. വിനീത അടിപൊളിയായിട്ട് നീന്തുന്ന പറയുന്നത്. അണ്ടർഗ്രൗണ്ട് വഴി നീന്തുന്ന പറയുന്നത്. പങ്കായൊക്കെ എടുത്ത് കൈ കൊടുത്തിട്ടുണ്ട് സനയ്ക്ക്. അത് എന്റെ കയ്യിലാ. ഇതൊക്കെ ഒരു എൻജോയ്മെന്റ് ആയിട്ട് കരുതിയാൽ മതി. നമ്മളെ ജീവിതത്തിൽ ഇത്രയും നാളായിട്ട് ചെയ്തിട്ടുണ്ടോ ഈ കയാക്കിംഗ്? ഞാൻ ഫസ്റ്റ് ടൈമാ. അഥവാ ഇങ്ങനെ വെള്ളത്തിലാപ്പെട്ട എന്ത് ചെയ്യുമല്ലേ? വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലോട്ടിങ്ങിനെ നിൽക്കത്തുള്ളൂ. അതല്ലേ ഞാൻ പറഞ്ഞത്. അഥവാ നമുക്ക് ഇതുപോലൊരു തുഴയേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ തുഴയണമല്ലോ. തുഴയേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ തുഴഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പൊ ഇപ്പോഴേ തുഴഞ്ഞ് പഠിച്ചോ. ഇത് ഫെഡറൽ ഡയറക്ഷൻ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് 3 പേര് കയാക്ക്. ഫസ്റ്റ് നമുക്ക് സേഫ്റ്റിയാണ്, നമ്മുടെ ജീവനാണ് പ്രധാനം. സെക്കൻഡ് എൻജോയ്മെന്റ് ആണ്. ഇതാണ് സിംഗിൾ കയാക്ക്. മറ്റേത് ഡബിൾ, 2 പേര് പോകുന്നത്. നമ്മൾ ഇരിക്കേണ്ടത് ഇങ്ങനെ കയറി ഇരിക്കാൻ പാടില്ല ഒരിക്കലും. ഫസ്റ്റിൽ ഇങ്ങനെ ഇരുന്നിട്ട് കാലെടുത്ത് മേലോട്ട് വയ്ക്കണം. അങ്ങനെയാണ് ഇരിക്കാനുള്ളത്. നമ്മൾ കയാക്ക് മുന്നിലോട്ട് തോന്നുന്നത് ഇങ്ങനെയാണ്. സിമ്പിൾ ചെയ്ത് നോക്കിയോ. ഇത് മുന്നിലോട്ട്, ഇത് പിന്നിലോട്ട് തിരിച്ച് പുഷ് ചെയ്താൽ ബാക്കിലോട്ട് ഇങ്ങോട്ട്, ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അല്ല വിനീത, ഫ്രണ്ടിലോട്ട് ലൈക്ക് ഇങ്ങനെ, മനസ്സിലായോ? ബാക്കിലോട്ടാണെങ്കിൽ ഇങ്ങനെ. ഇവിടുന്ന് നോക്ക്, അവർക്ക് അങ്ങനെ മനസ്സിലാവും. ബാക്കിലോട്ടാണെങ്കിൽ ഈ തുഴ ഇങ്ങോട്ട്, ഫ്രണ്ടിലോട്ടാണെങ്കിൽ ഈ തുഴ റൈറ്റ് ഇങ്ങോട്ട്. മനസ്സിലായല്ലോ? മനസ്സിലായോ? ഇനി നമ്മൾ ബാക്കിലോട്ടാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ കുത്തി പിടിച്ചാൽ മതി. അപ്പോൾ കയാക്ക് അവിടെ നിന്നാണ്. പിന്നെ നമ്മളിത് ചെയ്യുന്ന സമയം അമിതമായിട്ട് ബോഡി ഷേക്ക് ചെയ്യണം. അമിതമായിട്ട്, ചെറുതായിട്ടൊക്കെ പോയാൽ കുഴപ്പമില്ല. അമിതമായിട്ട് ബോഡി ഷേക്ക് ചെയ്താൽ കയാക്ക് കമരാൻ ചാൻസ് കൂടുതലാണ്. ഇനി ഇൻ കേസ് നമ്മളെ കയാക്ക് കമഴ്ന്നു പോയാൽ നമ്മൾ ഫ്ലോട്ടിങ്ങിൽ കിടക്കത്തുള്ളൂ. നമ്മള് കയാക്ക് കമഴ്ന്നു പോയാലും നമ്മൾ ഫ്ലോട്ടിങ്ങിലേ നിൽക്കത്തുള്ളൂ. കാര്യം ജാക്കറ്റ് ഉള്ളതുകൊണ്ട് നമ്മുടെ ഇതും ഫ്ലോട്ടിങ്ങിലായിരിക്കും, ഇതും ഫ്ലോട്ടിങ്ങിലായിരിക്കും. അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഗൈഡും വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്ഷൻ മാത്രം പഠിക്കണം കേട്ടോ. ഇതിനകത്ത് ഇത്ര ആഴമുണ്ട്, ചെറിയ ആഴമുണ്ട്.
ഇവിടെ ജസ്റ്റ് ഒന്ന് ട്രയൽ എടുത്തിട്ട് നമുക്ക് പുറത്ത് തോനെ ദൂരമൊന്നും പോകണ്ട, നമുക്ക് കുറച്ച് ചെയ്യാം. ഓക്കെ, ഡയറക്ഷൻ റൈറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ പോകും. രണ്ട് സൈഡും ഒരുപോലെ ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയിട്ടും ഇരുന്നോ അകത്തോട്ട് കയറി ഇരുന്നോ. 3 ലക്ഷം ആൾക്കാരുടെ മെയിൻ തുഴച്ചിലേറി വന്നതാ. വിനീത മുക്കിക്കൊല്ലോ എന്തോ അനങ്ങല്ലേ, ഷെയ്ക്ക് ആക്കല്ലേ. ഗെയ്സ് പരപൂർത്ത കായലാണ്. ഇത് കേട്ടോ ഏറ്റവും വലിയ പേടിക്കാരി നോക്ക്, ഏറ്റവും വലിയ പേടിക്കാരി നിൽക്കുന്നുണ്ടോ വിനീത. ഞങ്ങൾ രണ്ടാൾ മാത്രമേ ഉള്ളൂ ബോട്ടിൽ. ഇതുവരെ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ കയാക്ക് ചെയ്യുന്നത് അത് ഫസ്റ്റ് ടൈമാണ്. സോ അടിപൊളി അല്ലേ വിനീത? ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. കിടിലോസ്കി. ഓക്കെ, വേണ്ട വിനീത ടോട്ടൽ വേസ്റ്റ്. അയ്യോ, വിനീത വെറും അട്ടർലി ബിറ്റർലി വെടക്ക് ലേഡിയായിരുന്നു. ഷീ സ്പോയിൽഡ് മൈ കയാക്കി. കിടന്നൊക്കെ തുഴയുന്നു, കിടന്നൊക്കെ. വേറുള്ള കാര്യങ്ങൾക്ക് നടുവേദന ഇല്ലല്ലോ. സോ അടിപൊളിയായിരുന്നു. എൻ്റെ ഹയാക്കിങ് സ്പോയിലാക്കിയിട്ട് ഇപ്പൊ ഇതാ ജസ്റ്റ് നമ്മളിപ്പോ കാക്കിങ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഇവിടെയൊക്കെ ഒന്ന് ചുറ്റാൻ വേണ്ടി നമ്മൾ ബോട്ട് എടുത്ത് ചുറ്റാണ് ഗൈസ്. ഹയാക്കിങ് കഴിഞ്ഞില്ല, അതാ ഇതുവരെ വന്നിട്ട് തിരിച്ചു പോയാ. ഞാൻ കുറച്ച് ചെയ്തു, ഞാൻ ഒറ്റയ്ക്ക. ഇവര് വിനിതയും സീമ, പക്ഷെ സീമ ഭയങ്കര സ്മാർട്ടായിട്ട് പോയി. വിനിത പകുതി മരിച്ചു പോയി. നമ്മളെ ശവമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതാണ് അമ്പലത്തിന്റെ ഫ്രണ്ട് അല്ലേ? അഭ്യാസങ്ങൾ വേണം. പേടിക്കുന്ന വീഡിയോ
കൊടുത്തിട്ട് ചാരി കയാക്കിങ്ങില് ചാരി കസേര ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ചെമ്പകത്തിന്. ഹാപ്പി എന്നല്ലേ ബോട്ടിങ്ങില്? ഹാപ്പി. അത്യാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അതല്ലേ ഞാൻ മറ്റേ വണ്ടറിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നത്. അഡ്വഞ്ചർ ഭയങ്കര ഒരു രസമല്ലേ അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇവിടെ വണ്ടറിൽ വന്നാൽ ഒന്നിലും കയറൂലല്ലോ റൈഡുകൾ. ഇനി ഇതപ്പോ പോയിട്ടുണ്ട് അവളെ കൊണ്ട്. ഇല്ല, ഞാൻ പറയുന്നത് ഇവിടെ വരത്തില്ലേ? കൊണ്ടേ പോകരുത് ജന്മത്ത് പൈസ ഒരിക്കലും ഇല്ല. അമ്പലത്തിലൊക്കെ വന്നെന്ന് പറയുന്നത്. ഇത് എന്തെങ്കിലും പഴുത്തോ നോക്കട്ടെ ഗൈസ്. അമ്മ ഏഴത്തോടെ പൊങ്കാലിടാനൊക്കെ വന്നിട്ടുണ്ട്. പഴുത്തില്ല ഗൈസ്, ഒന്നും പഴുത്തിട്ടില്ല ഗൈസ്. വിഫലമായി ഗൈസ്, ഒരു കായ്കനി പോലും ഇല്ല. അപ്പം നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞു വന്ന് റൂമിൽ ഫുള്ള് നമ്മൾ ഇറങ്ങാൻ പോവാണ്. പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ അടിപൊളി ഒരു വീക്കെൻഡ് ട്രിപ്പായിരുന്നു അല്ലേ? അതെ, നല്ല സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 3-4 തീയതി പോകാൻ പോണു. ബൈ.